ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് മറ്റൊരു കോളേജിലുള്ളൊരു റമദാൻ വ്ളോഗാണ് ചെയ്യാൻ പോണത്. അപ്പോൾ രാവിലെ തന്നെ കെട്ടും പെറുക്കിയൊക്കെ കോളേജിലേക്ക് പോയിട്ടുണ്ട്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സിലും തന്നെ കുട്ടികൾ ഭയങ്കര കുറവാണ്. നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തർ ലീവ് എടുക്കുന്നുണ്ട്. ഞാനും ഇങ്ങനെ ലീവ് എടുത്താലോ വേണ്ടേ എന്നൊക്കെ രാവിലെ എണീക്കുമ്പോൾ നല്ലോണം ആലോചിക്കലുണ്ട്. എന്തൊക്കെയായാലും ഇനിയിപ്പോൾ 2 മന്ത് ലീവല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അത് പോവാണ്. പിന്നെ കോളേജിലെത്തിയപ്പോൾ ഇതാ ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് കറങ്ങി ഫ്രണ്ട്സിൻ്റെ കൂടെ. അതിൻ്റെ പോരാത്തിന് ഇപ്പോൾ ഇൻറ്റേർണൽ എക്സാമും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി കുറച്ച് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നേരെ വീട്ടിലെത്തി അടുത്ത പരിപാടി കുക്കിങ്ങിലേക്ക് തന്നെയാണ്. കാരണം വീട്ടിലെത്തുമ്പോഴത്തേന് ഏകദേശം ടൈമാവും. അപ്പോൾ ഇന്നത്തെ ഒരു മെനു എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയും ഒക്കെ ആക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇങ്ങനെ വാട്ടർ മെലണൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചിക്കൻ ചില്ലിക്കുള്ള ചിക്കനൊന്ന് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒക്കെ ഹെൽപ്പിങ്ങിന് വേണ്ടി താത്തയും ഉമ്മയും ഒക്കെ ഉണ്ട് കൂടെ. അപ്പോൾ ചെറിയ പണി ഒക്കെ ഞാനും എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഫ്രൈ ചെയ്തിട്ട് വേണം ആ ഒരു ഗ്രേവിയിലേക്ക് ഇത് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചിക്കൻ ഗ്രേവി ആക്കി വെക്കാൻ വേണ്ടി. ഇങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇതാ ഗ്രേവി ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. ഉണ്ടാക്കുന്നത് ഞാനല്ല, താത്തയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ക്യാപ്സിക്കും പിന്നെ പച്ചമുളകും അതുപോലെ തന്നെ ഉള്ളി ഇങ്ങനെ ക്യൂബായിട്ട് ഒക്കെ കട്ട് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതൊന്ന് വാടി വരുന്ന സമയത്ത് സോയാ സോസും അതുപോലെ തന്നെ ചില്ലി, ഗ്രീൻ ചില്ലി ആണെങ്കിൽ ഗ്രീന്, റെഡ് ചില്ലി ആണെങ്കിൽ റെഡ് ചില്ലി സോസ് ഒഴിച്ചിട്ട് കൂടെ അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സോയാ സോസാണ്. അപ്പോൾ സോയാ സോസും അത്യാവശ്യത്തിന് ആഡ് ചെയ്യുക. പിന്നെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സോയാ സോസിൽ ഓൾറെഡി കുറച്ച് സോൾട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സോൾട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഓക്കെ അല്ലേ എന്ന് നോക്കിയിട്ട് ചെയ്യണം. അതിനുശേഷം ഇതാ നമ്മൾ റൈസിക്ക് അത് മിക്സ് ചെയ്തിട്ട് ഫ്രൈഡ് റൈസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഗ്രേവി ഉണ്ടാക്കലാണ്. അപ്പോൾ അത് ഗ്രേവിയും ഓൾറെഡി എല്ലാം ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര നമുക്ക് വാട്ടറി ആയിട്ട് നിൽക്കണമെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ കുറച്ച് തിക്കായ ഒരു ഫോമിൽ വേണമെങ്കിൽ നന്നായിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇങ്ങനെ ആവും. അതിനുശേഷം നമ്മൾ എഗ് ബജി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എഗ് ബജി ഇന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് മസാല ഒക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇതാ ഇമ്മ ഇവിടെ പൊക്കവടക്കുള്ള മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പൊക്കവടയും അതുപോലെ തന്നെ എഗ് ബജിയൊക്കെയാണ് പ്ലാനുള്ളത്. അപ്പോൾ അതിങ്ങനെ പൊക്കവട റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ ഫുള്ളി മൈദ ഒന്നും യൂസ് ചെയ്യാതെ ഫുള്ളി ഇങ്ങനെ കടലമാവ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ അവിടെ എഗ് ബജി ഉണ്ടാക്കിയിട്ടുണ്ട്. എഗ് ബജിൻ്റെ കൂടെ തന്നെ എഗ് ബജി ഇതിപ്പോൾ ഞാൻ ടച്ച് ചെയ്തേണ്ടത് എഗ് ബജിയാണ്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലുള്ളത് പൊക്കവടയാണ്. പിന്നെ ഞാൻ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചിട്ട് അതും ഈ എഗ് ബജിൻ്റെ ഒരു മാവുണ്ടല്ലോ ആയിട്ട് അതും എടുത്തിട്ട് ഫ്രൈ ആക്കിയതാണത്. അപ്പോൾ ചിക്കൻ കൊണ്ടുള്ള ഒരു സ്നാക്കും കൂടി ആയി. അപ്പോൾ ഇത്തരം 3 കടികളാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സംഭവം സിമ്പിളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ സമൂസം കൂടി ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് മസാല എടുത്തിട്ട് ഒന്ന് ട്രൈ ആക്കി നോക്കിയതാണ്. ഇവിടെ ദാ ഇമ്മ മസാല ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിനുള്ള പണി എന്താണെന്ന് വെച്ചാൽ അത് നന്നായിട്ട് ഫോൾഡ് ചെയ്യണം. അങ്ങനെ ഫോൾഡ് ചെയ്ത പരിപാടി വേഗം കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇതിൽ ഞാൻ പ്രോയാണ്. വേറെ ഒന്നിലും എനിക്ക് വലിയ കഴിവൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ഏകദേശം ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കണേ. കാരണം കോളേജും കൂടി കഴിഞ്ഞ് വന്നതാണ്. നമ്മളൊരു 4 ബസ്സൊക്കെ കയറി ഇറങ്ങി വരണമല്ലോ. അപ്പോൾ അതിൻ്റെ ക്ഷീണം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ താത്ത ഇതാ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ താത്ത ഇനി ആ ഒരു മാവ് എടുത്തിട്ട് ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഞാനാണെങ്കിൽ അവിടെ സമൂസ ഫ്രൈ ആക്കാനുള്ള പരിപാടിയിലുമാണ്. അപ്പോൾ ഞാൻ കുറച്ച് സമൂസ ഫ്രൈ ആക്കിയതിന് ശേഷം ബാക്കി ഉമ്മാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. കാരണം വെയ്യാതായി. അപ്പോഴത്തേന് എന്തായാലും ദോശയൊക്കെ അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദോശ അവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏകദേശം സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ 2 ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. മറ്റേത് ഒരു ചട്ടി മാത്രമാകുമ്പോൾ എന്തായാലും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എല്ലാം കൂടി റെഡിയായി കിട്ടില്ല. അപ്പോൾ 2 ചട്ടിയിലും കൂടി എടുത്തിട്ട് അത് റെഡിയാക്കി എന്തായാലും എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമൂസ, ഈത്തപ്പഴം എന്തായാലും ഇതാ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളെ കയ്യിൽ നിന്ന് ഒരു മുന്തിരി ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഉള്ളിടത്തു നിന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളെല്ലാവർക്കും ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോമ്പ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കാരക്ക, ഈത്തപ്പഴം ഇതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ സ്ഥിരം നോമ്പ് തുറക്കാറുള്ളത്. അതുപോലെ തന്നെ നാരങ്ങ വെള്ളം അങ്ങനത്തെ ജ്യൂസ് അതൊന്നും ഞാൻ അധികം കഴിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ടാക്കൽ. അങ്ങനെ ഇതാ ആൾ എനിക്ക് ജീപ്പൊക്കെ കൊടുത്ത് തന്നിട്ടുണ്ട്. കാരണം ഈ ജീപ്പ് എൻ്റെതും മറ്റേ കാറ് ഓൾത്തുമാണ്. ഞങ്ങൾ രണ്ടാളും എപ്പോഴും കളിക്കണ ഒരു ജീപ്പാണ്. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണത്.
അപ്പോൾ ഞങ്ങൾ കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന് ശേഷം ആളെ വണ്ടി എടുത്തിട്ട് പോകണമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം എനിക്ക് വീണ്ടും ഒന്ന് വിശന്നപ്പോൾ ഞാൻ അവിടെ പൈനാപ്പിൾ ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബാക്കി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ.